SNDP യോഗം 1404 നമ്പർ ശാഖ നെട്ടൂർ മാടവന ശ്രീ സുബ്രഹ്മണ്യ ചൈതന്യ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടി മോഷണം പോയി. വെളുപ്പിന് 3:30 ഭണ്ഡാരം മോഷണം പോയതെന്ന് CCTV ദൃശ്യങ്ങൾ നോക്കി ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 8 മണിയോടുകൂടി ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ എത്തി കാണിക്ക അർപ്പിക്കാൻ വേണ്ടി ഭണ്ഡാരപ്പെട്ടി നോക്കിയപ്പോഴാണ് മോഷണം പോയ വിവരം അറിയുന്നത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിനെയും അറിയിച്ച അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരപ്പെട്ടികളാണ് മോഷ്ടാവ് എടുത്തുകൊണ്ട് പോയത്. മാർച്ച് 31 മീനപ്പൂയ മഹോത്സവം നടക്കാനിരിക്കുന്ന ഈ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ നടവരവ് വലിയ തുക തന്നെ ഉണ്ടായിരിക്കുമെന്ന് SNDP യോഗം പ്രസിഡന്റ് ശ്രീ അജയ് ഘോഷ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ സുബ്രഹ്മണ്യ ചൈതന്യ ക്ഷേത്രത്തിൽ ഒരു വെളുപ്പിന് 3 മണിയായപ്പോഴത്തേക്ക് ഒരു മോഷ്ടാവ് അകത്ത് കയറി. സംഭവം അറിയുന്നത് നമ്മളൊരു ഭക്തൻ രാവിലെ നേർച്ചിടാൻ നേരത്ത് നേർച്ചക്കുറ്റി കാണുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും 3 നേർച്ചക്കുറ്റി ഇവിടുന്ന് മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടു. വിവരം അദ്ദേഹം ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങളത് പനങ്ങാട് പോലീസിനെ അറിയിക്കുകയും അവരവിടെ നിന്ന് വന്ന് നമ്മുടെ CCTV ദൃശ്യമൊക്കെ പരിശോധിച്ച് ഒരു 3 മണിക്ക് ശേഷമാണ് സംഭവം നടന്നിരിക്കുന്നത്. അതിൻ്റെ നിരക്കിൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം ആളുടെ ഒരു ഉപഭോഗം കിട്ടിയിട്ടുണ്ട്. ഒരു 20 വയസ്സ് താഴെ പ്രായമുള്ളൊരു ആൺകുട്ടിയാണ് മോഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഒരു 15-20,000 രൂപ വരുമാനം എടുക്കാറുണ്ട് നമ്മൾ. ഇപ്പോൾ ഈ ഉത്സവം പ്രമാണിച്ച് നമ്മൾ 2 മാസമായിട്ട് എടുത്തിട്ടില്ല. ഇത് ആദ്യ സംഭവമാണ്. ഇപ്പോൾ അകത്തെ ഭണ്ഡാരം പോയിട്ടില്ല. ഇതിന് അകത്തൊക്കെ ഭണ്ഡാരം ഉണ്ടായിരുന്നു. അതൊന്നും അങ്ങോട്ട് ഒന്നും കടന്നിട്ടില്ല. പുറത്തു നിന്നാണ് പോയേക്കുന്നത്. പുറത്തും 3 അതിൽ 2 പോയിട്ടില്ല. 2 അവിടെ ഉണ്ട്, യഥാസ്ഥാനത്തിന് ഇരിപ്പുണ്ട്. ഉറപ്പിച്ച ആയിരുന്നില്ല. ലോക്ക് പൂട്ടി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭണ്ഡാരത്തിന് പൂട്ടുണ്ട്. അത് നമ്മുടെ ഒരു സ്റ്റാൻഡിൽ വെച്ചേക്കുന്നതാണ്. 1 വലുതായിരുന്നു, ബാക്കി 2 ചെറിയ കുടമാണ്. ഞാൻ ഈ ഡിവിഷനിലെ കൗൺസിലറാണ്. എൻ്റെ പേര് ബിന്ദു EP. ഇന്ന് രാവിലെ 8 മണി സമയത്ത് എന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന ഒരു ഭക്തനാണ് വിളിച്ചിട്ട് ക്ഷേത്രത്തിൽ നിന്നും 3 ഭണ്ഡാരങ്ങൾ കളവ് പോയിട്ടുണ്ടെന്ന് അറിയിച്ചത്. അതിനെ തുടർന്ന് ഞാനിവിടെ എത്തുകയും ഇവിടുന്ന് തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുണ്ടായി. ഞാൻ വരുന്ന സമയത്ത് പോലീസും എത്തിയിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നൊരു കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേൽ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. വഴിവിളക്കുകളെല്ലാം കൃത്യമായിട്ട് കത്തുന്നുണ്ട്. ഇവിടെ ആ സമയത്ത് വൈദ്യുതിയുടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആ ദൃശ്യത്തിൽ കാണുമ്പോൾ ആ കുട്ടി വളരെ കുനിഞ്ഞു പോകുന്നതായിട്ടാണ്. അപ്പോൾ വെളിച്ചം കാണാതെ പോകുന്ന ഒരു രീതിയിലേക്കാണ് ആ കുട്ടിയുടെ നടപ്പ് നമുക്ക് ദൃശ്യമാകുന്നത്. അല്ല, ഇതിനു മുമ്പ് ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു മോഷണം നടന്നിട്ടില്ല. ഇവിടെ ഈ ഭണ്ഡാരപ്പെട്ടികളൊന്നും ഫിക്സ് ചെയ്തുമല്ല വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ എത്രയോ വർഷമായിട്ട് ഇവിടെ അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഭണ്ഡാരപ്പെട്ടികളാണ്. പക്ഷേ ഇതിനു മുമ്പൊന്നും ഇവിടെ യാതൊരുവിധ മോഷണവും നടന്നിട്ടില്ല. ഇന്ന് വേറെ മോഷണം നടന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഓരോന്ന് പരിശോധിച്ച് വരികയാണല്ലോ.